നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ്? ഓപ്ഷൻ എ ദീപാവലി, ഓപ്ഷൻ ബി ഓണം, ഓപ്ഷൻ സി വിഷു, ഓപ്ഷൻ ഡി ക്രിസ്മസ്, ഓപ്ഷൻ ഇ ഹോളി. സർ ഓപ്ഷൻ നിറങ്ങളുടെ ഉത്സവം ഓപ്ഷൻ ഇ സർ, ഹോളി. ഉറപ്പാണോ? ഉറപ്പാണ് സർ. ഹോളി ആഘോഷിക്കാറുണ്ടോ ഇല്ല കോയമ്പത്തൂരിൽ? സർ, ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു കമ്പനിയാണ്. ആ. അപ്പൊ അവിടെ ഫുൾ ബംഗാളികളും നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ അവര് ഈ ഹോളി കഴിക്കുന്ന അവരുടെ ഒച്ചപ്പാടായിട്ട് ഞങ്ങൾക്ക് പോയി നോക്കും. എന്താ അവിടെ നോക്കുമ്പോ അവര് ഇങ്ങനെ ആഘോഷിക്കണ്ടാവും. ഞങ്ങളുടെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ 100 രൂപ അങ്ങോട്ട് തരാം, ഒന്ന് ആഘോഷിക്കാൻ വരുമെന്നൊക്കെ. അവർക്കത് ഭയങ്കര ആഘോഷമാണ്, നമുക്കൊന്നും ഇല്ലാന്ന് മാത്രം. അപ്പോ ഓപ്ഷൻ ഇ ഹോളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ് സർ, ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. താങ്ക് യു സർ. ഓപ്ഷൻ ഇ ആണ് ശരി ഉത്തരം. യെസ് സർ. ബേക്കറി ഐറ്റംസില് കളർ വല്ലതും ചേർക്കാറുണ്ട്? ചേർക്കും സർ. ശേഷം നമുക്ക് വേണ്ടേ, ആ. കാണാനുള്ള ഭംഗിയല്ലേ ആൾക്കാർ വേണം, നോക്കണം. ടേസ്റ്റ് വേണം അല്ലേ? അതെ സർ, അതെ സർ. ഓക്കെ, ബിസിനസ് രഹസ്യങ്ങൾ പുറത്ത് പറയണ്ട. അച്ഛൻ അവിടെ നെഞ്ചടിക്കും. അതെ. പറയൂ കുട്ടേട്ടാ. ഈ കുട്ടിയുടെ അച്ഛന്റെ സർപ്രൈസുകൾ അതിഗംഭീരമാണ്. ആ. അമ്മയ്ക്കും മകൾക്കും ഇടയ്ക്കിടയ്ക്ക് ഗംഭീര സർപ്രൈസുകൾ കൊടുക്കും. അത് അച്ഛനോട് ചോദിച്ചാലേ അറിയോ? സർപ്രൈസുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവോ? സർപ്രൈസ് ഒന്നുമില്ല സാർ. ഇത് ഇവിടെ ചേട്ടൻ എന്റെ മൂത്തവൻ ഇവിടെ ഫ്രാൻസിലായിരുന്നു പഠിച്ചത്. ഫ്രാൻസിലായിരുന്നു. അതെ. അപ്പൊ 1.5 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോ സുമാറ് ഒരു മാസത്തിനുള്ളിൽ വരുന്ന അറിയായിരുന്നു. അപ്പൊ ഇവിടെ അറിയിച്ചില്ല. അവനും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വന്നു, രാത്രി പുലച്ചക്ക് വന്നു, 4 മണിക്ക് വന്നു. ഇവിടെ ഉറങ്ങായിരുന്നു, ഒന്നും അറിയില്ല. അവൻ വന്നു, വീട്ടിൽ നിന്ന് വന്ന് ഇവ കിടന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ വിളിച്ചുണർത്തിയ. അപ്പോഴാണ് ഇവിടെ ഞെട്ടി പിന്നെ കരച്ചിലാണ്. പിന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഫ്രാൻസിന്റെ ഏട്ടൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അന്ന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നേരം കരച്ചിലാണ്. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല സർ. ഞാനാണെങ്കിൽ രാവിലെ പനിയും കൊണ്ട് കിടക്കുമ്പോ തലയണീന്റെ അടിയിൽ നിന്ന് ഫോൺ അടിയുന്നുണ്ട്. അച്ഛന്റെ ഫോണാ. അപ്പൊ ഞാൻ ഇതാരും ഈ രാവിലെ ഒക്കെ ഫോൺ അടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് ട്യൂഷനുണ്ട്. അപ്പൊ പനി പറഞ്ഞ ട്യൂഷൻ ലീവ് എടുക്കാലോ. അപ്പൊ അതിലൊക്കെ ഞാൻ കിടക്കാം. ഇതിപ്പോ ഫോൺ അടിയുന്ന ഇപ്പൊ അച്ഛനാണ് ഓടി വന്നൊക്കെ ഫോൺ എടുക്കും. അല്ലെങ്കിൽ എന്റെ ഉറക്കം ഞെട്ടട്ടെ എന്ന് വിചാരിച്ച് ഫോൺ അടിയിട്ടെന്ന് വിചാരിക്കും. ഓടി വന്ന് ഫോൺ. അപ്പൊ എന്താ സംഭവം, ശരിക്കും എനിക്ക് പനി ആയോണ്ടായിരിക്കും സിമ്പതി എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടു. പിന്നെ ഞാൻ ഉറക്കം എണീക്കുമ്പോ ഏട്ടൻ എല്ലാം. അതെ, ഫ്രാൻസിലായിരുന്നു ഏട്ടൻ. വന്നിട്ട് ഇപ്പൊ ബാംഗ്ലൂർ അന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടോ. 1.5 വർഷത്തിന് ശേഷം കൺമുമ്പി വന്നു. അതെ സാർ, അതെ സാർ. അത് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ കരച്ചതായിരുന്നു. അതിന്റെ റിട്ടേൺ പണി ഞാൻ കൊടുത്തു. ഏട്ടൻ വീണ്ടും ഫ്രാൻസിൽ പോയായിരുന്നു. അതിന്റെ ഇല്ല, അമ്മയ്ക്കാ പണി കൊടുത്തത്. അമ്മയും പറഞ്ഞില്ല എന്റെ അടുത്ത് ഒരു വാക്ക്. അപ്പൊ പിന്നെ കണ്ണൂർ എയർപോർട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെയും കൂട്ടി, ഞാൻ അച്ഛനും അമ്മയും പോയി. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കണ്ണൂർ എയർപോർട്ട് പോയി കണ്ട, അതൊക്കെ അവിടെ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, കണ്ടാന്ന് പറയുമ്പോ ഏട്ടൻ നടന്നു വന്നു. അത് അമ്മയ്ക്ക് പണി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറയാതെ പണിയെടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ണൂർ എയർപോർട്ടിൽ ചേട്ടൻ വന്നു. ഏട്ടൻ ഫ്രാൻസിൽ നിന്ന് ഡൽഹി അങ്ങനെ മാറി കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. അപ്പൊ അത് അന്ന് അമ്മ അറിഞ്ഞില്ല അല്ലേ? അമ്മ അറിഞ്ഞില്ല. അപ്പൊ പണി കിട്ടിയാ പണി കൊടുക്കും സർ, എന്തായാലും കൊടുക്കും. അമ്മയായാലും ശരി, അച്ഛനായാലും കൊള്ളാം. പിന്നെ ഈ ആളിത്തിരി അക്രമകാരിയാന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരികൾക്ക് എന്തോ അടി കൊടുത്തു. അതെ സർ. എന്താ പറയാ, അടി കൊടുക്കുന്ന മാതിരി കാര്യങ്ങൾ ചെയ്താൽ പിന്നെ കൊടുക്കുന്നില്ല. എന്താ സർ തെറ്റ്? നമ്മള് ഒരാളുടെ അടുത്ത് വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോ അയാളുടെ അടുത്ത് ഉണ്ടാവണം. അത് പുറത്തു പോകാൻ പാടില്ല. ഇത് പുറത്ത് പോവുകയും ചെയ്തു. കുറച്ച് എരിവും പുളി അവരുടെ വക കൂടി ആഡ് ചെയ്ത് പുറത്തു പോയി. അപ്പൊ പിന്നെ എനിക്കായാലോ പേര്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ കയറി അടിച്ചു. അവള് പിന്നെ ഇല്ല സംഭവം സ്കൂളിലായിരുന്നു. എവിടെന്ന് കൂടുതൽ പറയണ്ട, പോലീസ് കേസെടുക്കും. എന്നുള്ള തീയതി കിടക്കുക. അങ്ങനെ അടിച്ചില്ല, ചെറുതായിട്ടൊരു അടി. അത് ചെറിയ അടി, കേസെടുക്കാൻ വേണ്ടി അടിയില്ല. ഇല്ല സർ.